പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ പ്രവൃത്തി ദിവസം പഠനം ഉപേക്ഷിച്ച് ധാരാളക്കണക്കിന് വിദ്യാർത്ഥികളും ജോലിയും മറ്റ് ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിച്ച് ധാരാളക്കണക്കിന് രക്ഷിതാക്കളും ഇവിടെ അണിചേർന്നിരിക്കുകയാണ്. ഒരു പഠന ദിവസം നഷ്ടപ്പെട്ടു പോയെന്നോ ഒരു പ്രവൃത്തി ദിവസം നഷ്ടപ്പെട്ടു പോയെന്നോ ഉള്ള ഒരു വേവലാതിയും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു മഹത്തായ സമരത്തിലാണ്, ഒരു ധർമ്മ സമരത്തിലാണ് പങ്കാളികളായിട്ടുള്ളത്. ഈ ധർമ്മസമരം ഈ ലോകത്തും നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരു ലോകത്തും ഉപകാരപ്പെടും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളുടെ ഇരകളെ പങ്കെടുപ്പിച്ചാൽ പോരെ ഇത്തരമൊരു പ്രതിഷേധ പരിപാടിക്ക് എന്നുള്ള സംശയം SIOവിന്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇരകളല്ലാത്ത ഒരാളും, യൂണിവേഴ്സിറ്റിയുടെ ഇരകളല്ലാത്ത ഒരാളും ഈ മലബാറിലില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇതൊരു ജനകീയ സമരമായിക്കൊള്ളട്ടെ എന്ന് SIO തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഇരയായി മാറുകയാണ്. അയാൾ ഇരയായി മാറുന്നുവെന്ന് മാത്രമല്ല, അയാളുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ഇരകളായി മാറുകയാണ്. അവസാന വർഷ BScക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിലകൊള്ളുന്ന ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്റെ മകളായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇതിന്റെ ഇരയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എന്നാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ കഴിയാത്ത വിധം എന്റെ കുടുംബമാകെ കഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഇരകളല്ലാത്ത ഒരാളും ഇന്ന് മലബാറിലില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്നുള്ള നിലക്ക് നമ്മുടെ ഗവർണർ ഈ പ്രശ്നത്തിൽ ഇടപെടണം. മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടണം. വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അവർ ഇടപെട്ട് ഇത് ശുദ്ധീകരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മലബാറിലെ ജനങ്ങൾ ഇടപെട്ടു എന്ന് വന്നേക്കാം. ഇത് ഈ കവാടത്തിൽ അവസാനിക്കുന്ന ഒരു മാർച്ചാണെങ്കിൽ അത് SIO നിയന്ത്രിക്കുന്നത് കൊണ്ടുള്ള ഒരു അതിർത്തി മാത്രമാണ്. മലബാറിലെ ജനം ഈ വിഷയം തിരിച്ചറിയുകയും അവർ ഇതൊരു സമരമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആദ്യത്തെ നിമിഷം പിന്നെ മുഖ്യമന്ത്രിക്കോ ചാൻസലർക്കോ ഇതിൽ ഇടപെടാൻ അവസരം ലഭിച്ചെന്ന് വരികയില്ല എന്ന് വളരെ ഗൌരവപൂർവ്വം മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ സുഹൃത്ത് ദാവൂദ് പറഞ്ഞു, ഈ സാധനം ഉണ്ടായത് തന്നെ ഒരു എതിർപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. എതിർപ്പിൽ അന്ന് മുമ്പിലുണ്ടായിരുന്നവർ എന്തൊക്കെ താൽപര്യങ്ങളുടെ പേരിലാണോ യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്, ആ നിലപാടുകൾ അവർക്കിപ്പോഴുമുണ്ട്. ആ പരിപാടികളിൽ അവർ വ്യാപൃതരായിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ
ആ എതിർപ്പിനെ അവഗണിച്ചും ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചവരാകട്ടെ അവർക്കുണ്ടായിരുന്ന താൽപര്യം മലബാറിൽ ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എന്ന് കാലാകാലവും പറഞ്ഞ് നടക്കലായിരുന്നു. അതിന്റെ അവകാശികൾ ഇന്ന് UDF-ലും LDF-ലും രണ്ട് മുന്നണികളിലായിട്ടാണുള്ളത് എന്നതുകൊണ്ട് രണ്ട് മുന്നണിക്കും അത് അവകാശപ്പെടാൻ അവസരവുമുണ്ട്. ആ അവകാശപ്പെടാനുള്ള അവസരം നിലനിർത്തുക എന്നുള്ളതല്ലാതെ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലബാറിൽ ഉണർന്നുവരുന്ന വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ വിപുലമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയെ വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ സ്ഥാപിച്ചവർ ഇതിനെ കൈയൊഴിച്ചു. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്നും അവരുടെ എതിർപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ എങ്ങനെയാണ് ഗൂഢമായ ശ്രമങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് ബഹുജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ തിരിച്ചറിവ് ബഹുജനങ്ങൾക്കുണ്ടായി തീരുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് അധികകാലം നടക്കുന്ന പരിപാടിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമുക്കെന്നും ഇവിടെ വരാൻ ഒഴിവില്ല.